നമസ്കാരം. UPSC മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറാണ്. 18 മെയ് മാസം 2021 ഡെയിലി കറണ്ട് അഫയേഴ്സാണ്. അത് UPSC ആവശ്യമുള്ള രീതിയിലുള്ള ഡിസ്കഷൻസാണ് ഇതിൽ വരുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വാർത്ത വന്നിരിക്കുന്നത് ടൗട്ടെ ഫെറി 6 killed ഇൻ മഹാരാഷ്ട്ര. അതായത് നമുക്കറിയാം സൈക്ലോണിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൂടി വരികയാണ് ഇന്ത്യയിലുള്ള. അപ്പോൾ അതിൽ മഹാരാഷ്ട്രയിൽ 6 പേരാണ് മരണപ്പെട്ടത് സൈക്ലോൺ കാരണം. അതിൻ്റെ മെയിനായിട്ടുള്ള കണ്ടെക്സ്റ്റ് എന്താണെന്ന് പറയാം. എ സൈക്ലോൺ ഹിറ്റ്സ് ദ കോസ്റ്റ് ഓഫ് ഗുജറാത്ത് ആൻഡ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെയും ഗുജറാത്തിൻ്റെയും തീരപ്രദേശങ്ങളിൽ ഒരു സൈക്ലോൺ അടിക്കുകയാണ്. അതിൻ്റെ പേരാണ് ടൗട്ടെ സൈക്ലോൺ. വിത്ത് എ പീക്ക് സ്പീഡ് ഓഫ് 210 km/h, 210 km/h വേഗത്തിലാണ് സൈക്ലോൺ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ പ്രീ മൺസൂൺ സൈക്ലോൺ. പ്രീ മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മൺസൂൺ മഴയ്ക്ക് മുന്നേ വരുന്ന സൈക്ലോൺസിനാണ് പ്രീ മൺസൂൺ സൈക്ലോൺ വിളിക്കുക. ഇതൊരു പ്രീ മൺസൂൺ സൈക്ലോണാണ്. ദിസ് കുഡ് എഫക്ട് ദ സപ്ലൈ ഓഫ് ഓക്സിജൻ ഫോർ ദ മെഡിക്കൽ എമർജൻസി ഇൻ ദ നേഷൻ്റെ മെഡിക്കൽ എമർജൻസിയിൽ ഇപ്പോൾ നമുക്ക് ഓക്സിജൻ പുറത്തുനിന്ന് വരുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ സപ്ലൈനെ ബാധിക്കുന്നതാണ് പറയുന്നത്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോൾ ഇന്ത്യൻ മാപ്പ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് ലെഫ്റ്റ് ഭാഗത്ത്, അതായത് തീരപ്രദേശങ്ങൾ കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഇത്രയും ഭാഗം തീരപ്രദേശങ്ങളാണ്. കടലോട് അറ്റാച്ച്ഡ് ആണ്. ഏറ്റവും കൂടുതൽ വലിയ വലിയ പോർട്ടുകളുള്ള ആ ഭാഗത്താണ്. അതുകൊണ്ട് നമുക്ക് സപ്ലൈ എല്ലാം വന്നിരുന്നത് ആ സൈഡിൽ കൂടെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഭാഗത്ത് സൈക്ലോൺ അടിക്കുന്നതുകൊണ്ട് പോർട്ടിൻ്റെ വർക്കിംഗ് എല്ലാം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഓക്സിജൻ ഡെലിവറിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് വരുന്നതിന് പകരം റൈറ്റ് ഭാഗത്തേക്ക് പോയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ, അതായത് ഒഡീഷ, വിശാഖപട്ടണം ഭാഗത്തേക്ക് കൂടെ നമ്മൾ ചെയ്യും. വിശാഖപട്ടണം പോർട്ടൊക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ സാധനങ്ങൾ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അതുവഴി നമ്മൾ എല്ലായിടത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ബേ ഓഫ് ബംഗാൾ വഴി വന്നിട്ട് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ഇനിയിപ്പോൾ ശ്രമിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കണ്ടെക്സ്റ്റ്. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. സൈക്ലോണിൻ്റെ പേര്, ടൗട്ടെ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് മ്യാൻമാറാണ്. ഒരു സൈക്ലോണിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സൈക്ലോൺ ഒരു പർട്ടിക്കുലർ നെയിം കൊടുക്കും. അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് ഏറ്റെടുത്തിരിക്കുന്നത് വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷനാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഓഷ്യൻ ഭാഗത്ത് ഒരു സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൈക്ലോണിൻ്റെ നെയിം ഡിറ്റക്ട് ചെയ്യേണ്ടത് അവിടെ ചുറ്റുമുള്ള ഒരു 13 നേഷൻസിനാണ് അതിനുള്ള ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മ്യാൻമാറാണ് ഈ സൈക്ലോണിൻ്റെ നെയിം കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ 13 നേഷനിൽ നിന്നും നെയിം കളക്ട് ചെയ്തിട്ട് വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷനിലേക്ക് കൊടുക്കും. അവിടെ നിന്നാണ് ഇതിൻ്റെ നെയിം ഏത് രാജ്യം പറഞ്ഞ നെയിമാണ് എടുക്കുന്നതെന്നുള്ളത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നെയിമിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതിന് ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നെയിം ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ സൈക്ലോണാണ്. ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രോപ്പിക് സോൺ എന്നൊരു സോണുണ്ട്. അതായത് നമുക്ക് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ള ഏരിയ, അതിൻ്റെ ഇടയിലാണ് ഇക്വേറ്റർ വരുന്നത്. ആ ഇക്വേറ്ററിനും ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ഇടയിലുള്ള ഏരിയയിലാണ് നമ്മൾ ട്രോപ്പിക് സോൺ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ട്രോപ്പിക് സോണിൽ വന്നിരുന്ന സൈക്ലോണിനെയാണ് നമ്മൾ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് വിളിക്കുക. അത് വളരെ വയലൻ്റ് ആയ സ്റ്റോം ആയിരിക്കും, ഓഷ്യൻ ഒറിജിനേറ്റ് ചെയ്യുന്ന ഇത്തരം സൈക്ലോൺസുകൾ. അത് കോസ്റ്റൽ ഏരിയനെ നല്ല രീതിയിൽ ബാധിക്കുകയാണ് ചെയ്യുക. അവിടെ ഭയങ്കര വയലൻ്റ് വിൻഡ് ആയിരിക്കും വരിക. പിന്നെ ഈ ട്രോപ്പിക്കൽ സൈക്ലോൺ കാരണം ഒരുപാട് ഡിസ്ട്രക്ഷൻസ് ഉണ്ടാവാം. അതിൻ്റെ കൂടെ തന്നെ വളരെ ഹെവി റെയിൻഫോൾ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടൊരു ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ ഇതിൽ കണ്ടാൽ തന്നെ അറിയാം ഈ വിൻഡിൻ്റെ സ്പീഡ് ഉണ്ട് 210 km. മിഞ്ഞാന്നത്തെ വാർത്തയിൽ 180 km ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സ്പീഡ് കൂടി 210 km ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണം സ്ട്രോങ് സർജ് ഉണ്ടാവും. സ്ട്രോങ് സർജ് എന്ന് പറഞ്ഞാൽ അർബൻ ഫ്ലഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റലിനോട് ചേർന്നുള്ള ടൗൺ ഏരിയ എല്ലാം വെള്ളത്തിലാവും. അതുപോലെ തന്നെ ഡാമേജ് ദ കോസ്റ്റൽ ഹാബിറ്റേഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് പറഞ്ഞത് സൈക്ലോൺ എന്താണെന്നാണ്. ഇറ്റ് ഈസ് എ ഇറഗുലർ വിൻഡ് മൂവ്മെൻറ്റ്. ഒട്ടും റെഗുലാരിറ്റി ഇല്ലാത്തൊരു വിൻഡ് മൂവ്മെൻ്റ് ആണ്. അതായത് എപ്പോൾ വരും എപ്പോൾ പോകുന്നൊന്നും പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും വരാം. അതിന് ഇറഗുലറായി വരുന്നൊരു വിൻഡ് മൂവ്മെൻറ്റ് കാരണമാണ് സൈക്ലോൺ ഉണ്ടാകുന്നത്. ഇറ്റ് ഇൻവോൾവ് ക്ലോസ് സർക്കുലേഷൻ ഓഫ് എയർ അറൗണ്ട് എ ലോ പ്രഷർ സെൻറ്റർ. നമ്മൾ മിഞ്ഞാന്ത DNSC കണ്ടിരുന്നു, ഒരു സെൻറ്ററിൽ പ്രഷർ കുറഞ്ഞ റീജിയൻ ഉണ്ടാവും. അതിന് ചുറ്റും ആ പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വിൻഡിൻ്റെ മൂവ്മെൻറ്റ് സംഭവിക്കുമ്പോഴാണ് ഒരു വേൾഡ് മൂവ്മെൻറ്റ്. വേൾഡ് എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ ഇങ്ങനെ മൂവ്മെൻറ്റ് ആവുന്നത്. അപ്പോൾ ആ പ്രഷർ കുറഞ്ഞ സെൻറ്ററിനെ നമ്മൾ ഐ എന്നാണ് എപ്പോഴും വിളിക്കുക. ഈ ലോ പ്രഷർ സെൻറ്റർ ഉണ്ടാവും. അതിൽ ചുറ്റും ഒരു ക്ലോസ് സർക്കുലേഷൻ ഓഫ് എയർ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിയാണ് സൈക്ലോണായി മാറുന്നത്. അപ്പോൾ അങ്ങനെ വേൾഡ് മൂവ്മെൻറ്റ് സംഭവിച്ചിട്ട് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സെൻറ്ററിൽ പ്രഷർ കുറവാന്ന് പറഞ്ഞല്ലോ. പ്രഷർ കുറയുന്നതിന് കാരണം എന്തായിരിക്കും? പ്രഷർ കുറയുന്നതിന് കാരണം അവിടെ ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ടാണ്. നമ്മളിത് മിനിമം ഡിസ്കസ് ചെയ്തിരുന്നു. സീയിലെ ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ടാണ് സൈക്ലോൺസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം. അങ്ങനെ പ്രഷർ കുറയുന്നത്, അതായത് ടെമ്പറേച്ചർ കൂടിയത് കാരണം പ്രഷർ കുറയുന്നു.
സോ ആ ടെമ്പറേച്ചർ കൂടിയ എയർ അവിടെ ഉണ്ട്. അപ്പോൾ ഈ സൈക്ലോൺ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിലുള്ള ടെമ്പറേച്ചർ കൂടിയ എയർ നേരെ അപ്വേർഡ് മൂവ്മെൻറ്റ് സംഭവിക്കും. സോ ഇറ്റ് റിസൾട്ട്സ് എ റാപ്പിഡ് അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് എയർ ആൻഡ് വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു എ കൊറിയോളിസ് ഫോഴ്സ്. അങ്ങനെ അവിടെ കൊറിയോളിസ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും ആ ഏരിയയിൽ. പിന്നെ ഈ ലോ പ്രഷറാണ്, സെൻട്രലിലെ ലോ പ്രഷറാണ് സത്യം പറഞ്ഞാൽ ഈ വിൻഡിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടാൻ കാരണം. കൂടുതൽ എയറുകൾ അതിൻ്റെ അടുത്തേക്ക് വരികയും വിൻഡിൻ്റെ സ്പീഡ് കൂടുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, സോ നമുക്ക് സൈക്ലോൺസിനെ കുറിച്ച് ഒന്നും ഡീറ്റെയിൽ നോക്കാം. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് സൈക്ലോൺസ്. ഒന്ന് ട്രോപ്പിക്കൽ സൈക്ലോൺ. ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ ഇടയിൽ വരുന്ന സൈക്ലോൺസിനെ നമ്മൾ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയാം. പിന്നെ രണ്ടാമത്തെ സൈക്ലോണാണ് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ്, അല്ലെങ്കിൽ നമ്മളതിനെ ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്നൊക്കെ വിളിക്കും, അല്ലെ വേവ് സൈക്ലോൺ എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ ഇടയിലുള്ള സൈക്ലോണെയാണ് ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് വിളിക്കുക. പക്ഷേ 40 ഡിഗ്രി ടു 60 ഡിഗ്രി നോർത്തിലോ സൗത്തിലോ കാണുന്ന ലാറ്റിറ്റ്യൂഡ് നോർത്തിലോ സൗത്തിലോ കാണുന്ന സൈക്ലോൺസിനെയാണ് നമ്മൾ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ, അതായത് ബിയോണ്ട് ദ ട്രോപ്പിക്കൽ റീജിയൻ്റെ അപ്പുറത്തുള്ള സൈക്ലോൺസ്. സോ 40 ഡിഗ്രി മുതൽ 60 ഡിഗ്രി നോർത്ത് സൗത്ത് റീജിയനിലാണ് ആണ് സൈക്ലോൺ വരുന്നതെങ്കിൽ നമ്മൾ ആ സൈക്ലോണിനെ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് വിളിക്കും. സോ നമ്മുടെ ഇന്ത്യയിൽ വന്നിരിക്കുന്നത് ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആണ്, കാരണം ഇന്ത്യ ആ പോയിന്റിലാണ് കിടക്കുന്നത്. സോ എന്തൊക്കെയാണ് ഫേവറബിൾ കണ്ടീഷൻ വേണ്ടത് ഇങ്ങനെ ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ ഫോം ചെയ്യാൻ, അത് ഇൻറ്റൻസിറ്റി കൂടാനും വേണ്ട ഫേവറബിൾ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ലാർജ് സീ സർഫസ് ഏരിയ ലാർജ് ആണ് സീയുടെ, അതായത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ വളരെ ലാർജാണ്. വിത്ത് ടെമ്പറേച്ചർ ഹയർ ദാൻ 27 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് അറേബ്യൻ സീയുടെ സൈഡിൽ കൂടെയാണ് നമുക്ക് സൈക്ലോൺ ലഭിക്കുന്നത്. അപ്പോൾ ആ ഏരിയ നല്ല വൈഡാണ്. രണ്ടാമത്തെ കാരണം ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലാണ്, 27 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും സൈക്ലോൺ ലഭിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം DNS നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അറേബ്യൻ സീ ഭാഗത്താണോ അതോ ബേ ഓഫ് ബംഗാൾ ഭാഗത്താണോ കൂടുതൽ സൈക്ലോൺസ് ഫ്രീക്വൻ്റായി കാണാനുള്ള സാധ്യത ആണ്. സോ അതിന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇടുവാണ്, ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അറേബ്യൻ സീ സൈഡിലാണോ ഇന്ത്യയുടെ ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിൽ കൂടെയാണോ കൂടുതൽ സൈക്ലോൺസ് നമുക്ക് വരാനുള്ള ചാൻസസ് ഉള്ളതെന്നാണ്, ഇപ്പോൾ ഫ്രീക്വൻറ്റ് സൈക്ലോൺസിന് ചാൻസ് ഉള്ളതെന്നാണ് ചോദ്യം. ഓക്കെ, സോ ലാർജ് സർഫസ് ഏരിയ ആണെങ്കിൽ, അതുപോലെ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ സൈക്ലോൺ ഡെവലപ്മെൻറ്റ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുതലാണ്, ആ ടെമ്പറേച്ചറിലാണ് ലോ പ്രഷർ റീജിയൻ ഫോം ചെയ്യുകയും അങ്ങനെയാണ് സൈക്ലോൺ ഫ്യൂലപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഫാക്ടറാണ് പ്രസൻസ് ഓഫ് കൊറിയോളിസ് ഫോഴ്സ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്നു. നമ്മുടെ ഇക്വേറ്റർ റീജിയനിൽ ഒരിക്കലും സൈക്ലോൺ അടിക്കില്ല. അതിൻ്റെ റീസൺ എന്തായിരുന്നു എന്ന് പറയുന്നത് ഇതായിരുന്നു, കൊറിയോളിസ് ഫോഴ്സ് 0 ഡിഗ്രിയാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇക്വേറ്ററിൽ കൊറിയോളിസ് ഫോഴ്സും 0 ആണ്. അവിടെ നിന്ന് 5 ഡിഗ്രി നോർത്തോ 5 ഡിഗ്രി സൗത്തോ മാറിക്കഴിഞ്ഞാൽ കൊറിയോളിസ് ഫോഴ്സ് കൂടുതലായിട്ട് വന്നു. കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വിൻഡ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു സർക്കുലർ മോഷനിൽ വിൻഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയും അതുവഴി ഉണ്ടാകുന്നതിന് ആ ഒരു ഫോഴ്സ്, ആ സർക്കുലർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വിൻഡ്, അതിനെയാണ് നമ്മൾ കൊറിയോളിസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. സോ കൊറിയോളിസ് ഫോഴ്സ് ഇക്വേറ്ററിൽ നിന്ന് ഒരു 5 ഡിഗ്രി മാറിയിട്ടായിരിക്കും എപ്പോഴും കാണാൻ പറ്റുക. സോ നമ്മുടെ അറേബ്യൻ ഓഷ്യൻ റീജിയനിലും ബേ ഓഫ് ബംഗാൾ റീജിയനിലും കൊറിയോളിസ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും പെട്ടെന്ന് തന്നെ. സോ അടുത്ത റീസണാണ് സ്മോൾ വേരിയേഷൻ ഇൻ വെർട്ടിക്കൽ വിൻഡ് സ്പീഡ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു, നമ്മുടെ സെൻട്രലിൽ നിന്നും മുകളിലേക്ക് ഇങ്ങനെ, അതായത് ഹോട്ട് എയർ സെൻട്രലിൽ നിന്നും പൊക്കത്തേക്ക് വെർട്ടിക്കലി അപ്വേർഡാണ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ അപ്വേർഡ് പോകുന്ന വിൻഡിൻ്റെ വേഗത ചെറിയ വേരിയേഷൻ ഉണ്ടാവുള്ളൂ. അതായത് ആദ്യത്തെ കിലോമീറ്ററിൽ 10 കിലോമീറ്റർ സ്പീഡിൽ പോകുകയാണെങ്കിൽ രണ്ടാമത്തെ കിലോമീറ്റർ പോകുമ്പോൾ ഒരു ഇത്തിരി കുറയും, ഒരു 8 കിലോമീറ്റർ ആകും. അതുപോലെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് സ്മോൾ വേരിയേഷനിൽ വളരെ ഒറ്റയടിക്ക് കുറയോ കൂടുകയൊന്നുമില്ല. സോ അങ്ങനെ സ്മോൾ വേരിയേഷനിൽ പോകുമ്പോൾ അതിന് ആ വിൻഡിന് ഇതുപോലെ ഇങ്ങനെ അപ്പോൾ നമ്മൾ കാണാറുണ്ട് സൈക്ലോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിങ്ങനെ നല്ല ഹൈറ്റിലേക്ക് പോകുന്ന കാണാറുണ്ട്. ഓക്കെ, സോ അത് നല്ല ഹൈറ്റിലേക്ക് സൈക്ലോൺ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റും. പക്ഷേ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും, വിൻഡ് സ്പീഡ് കുറഞ്ഞു വരുന്നതുകൊണ്ട് ഇൻറ്റൻസിറ്റി ചെറുതായി കുറഞ്ഞു വരും. പക്ഷേ അപ്പോഴും സൈക്ലോൺസിന് നല്ല പവർ ഉണ്ടാവും. ഓക്കെ, എന്നാൽ ഒറ്റയടിക്ക് ഹൈ വേരിയേഷൻ ആയിരുന്നെങ്കിലോ, ഇപ്പോൾ ആദ്യത്തെ 1 കിലോമീറ്ററിൽ 10 കിലോമീറ്ററിൽ പോയ വിൻഡ് സെക്കൻഡ് കിലോമീറ്ററിൽ ഒരു 1 കിലോമീറ്ററിലേക്ക് കുറഞ്ഞു, അങ്ങനെ വല്ല വേരിയേഷൻ ഉണ്ടായിരുന്നെങ്കിൽ സൈക്ലോൺ അത് കണ്ടിന്യൂസ് ആയിട്ട് വരില്ലായിരുന്നു. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു വേളിംഗ് എഫക്റ്റ് കിട്ടില്ലായിരുന്നു, ചുഴലിയുടെ ഒരു എഫക്റ്റ് ലഭിക്കില്ലായിരുന്നു. അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എ പ്രീ എക്സിസ്റ്റിംഗ് വീക്ക് ലോ പ്രഷർ ഏരിയ. അതായത് പ്രഷർ വളരെ കുറഞ്ഞ ഒരു വീക്ക് ലോ പ്രഷർ ഏരിയ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ സൈക്ലോൺ ഒരു തുടക്കം കിക്ക് സ്റ്റാർട്ട് ചെയ്ത് കിട്ടുകയുള്ളൂ, സൈക്ലോണൊന്നും തുടങ്ങി കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് മൂന്നാമത്തെ പോയിന്റ്. അടുത്ത പോയിന്റാണ് അപ്പർ ഡൈവേർജൻസ് എബോവ് ദ സീ ലെവൽ സിസ്റ്റം. അതായത് നമുക്കറിയാം സെൻട്രലിൽ ലോ പ്രഷർ റീജിയനും പുറത്ത് ഹൈ പ്രഷർ റീജിയനാണ്. സോ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വിൻഡ് വരുന്നു. ആ വിൻഡ് സെൻട്രലിലുള്ള ചൂട് എയറിന്, മോയിസ്റ്റ് എയറിന് മുകളിലേക്ക് പോകുന്നു. അങ്ങനെ സെൻട്രലിൽ നിന്നുള്ള മോയിസ്റ്റ് എയറുകൾ ഇങ്ങനെ പൊക്കത്തേക്ക് പോയി
ഈ ചൂടായ എയർ മുകളിലേക്ക് പോകുന്തോറും എന്ത് പറ്റും, മുകളിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കുറവാണ്. കടലിലെ സർഫസിലായിരിക്കും ടെമ്പറേച്ചർ കൂടുതൽ. ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ കുറയും. നമ്മൾ 7ാം ക്ലാസ്സിൽ ജോഗ്രഫിയിൽ പഠിക്കുന്നുണ്ട്. സോ ടെമ്പറേച്ചർ കുറഞ്ഞ ശേഷം എന്ത് പറ്റും, ഈ ചൂട് എയർ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് കണ്ടൻസ് ചെയ്ത് വാട്ടർ ഡ്രോപ്പിലായി മാറും. അങ്ങനെ വാട്ടർ ഡ്രോപ്സ് ചേർന്ന് അവിടെ ഒരു ക്ലൗഡ് സിസ്റ്റം ഫോം ചെയ്യും. സോ അങ്ങനെ ഒരു ക്ലൗഡ് സിസ്റ്റം ഫോം ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ മഴയും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. സോ ആ ക്ലൗഡ് സിസ്റ്റത്തിനെ നമ്മൾ ക്യൂമുലസ് ക്ലൗഡ്സ് എന്ന് വിളിക്കുക. സോ നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുക ആ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റൻസിഫൈ ചെയ്യാനുള്ള കണ്ടീഷൻ ട്രോപ്പിക്കൽ സ്റ്റോംസുകൾ. ഓക്കെ, പിന്നെ അടുത്തൊരു ഇതിൽ പറയുന്നത് വിൻഡ് സ്പീഡ് എന്നുള്ളത് സൈക്ലോൺ എഫക്റ്റ് ചെയ്യുന്ന ഒരു വലിയ കാറ്റഗറി തന്നെയാണ്. നമ്മൾ പല സ്പീഡ് അനുസരിച്ച് കാറ്റഗറി തിരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ നമ്മൾ മിഞ്ഞാന്നത്തെ ക്ലാസ്സിലും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ പറഞ്ഞു ഇന്നത്തെ സൈക്ലോണിൻ്റെ വേഗം 210 മുതൽ 250 വരെയാണ്, അല്ലെങ്കിൽ 180 to 210 ആണ്. സോ എക്സ്റ്റെൻസീവ് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ എക്സ്ട്രീം ഡാമേജ് ഉണ്ടാക്കാനുള്ള കാറ്റഗറിയിലാണ് ഈ സൈക്ലോൺ വന്നിരിക്കുന്നത്. സോ അടുത്ത സൈക്ലോൺസ് എങ്ങനെയാണ്, അതിൻ്റെ ഫോർമേഷൻ സ്റ്റേജ് എന്താണ്, ഇനീഷ്യൽ സ്റ്റേജ് എന്താണ്, മെച്യൂർ സ്റ്റേജ് എന്താണ്, ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കടക്കാം. സോ ആദ്യം ഫോർമേഷൻ ആൻഡ് ഇനീഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഓഫ് സൈക്ലോൺ. അപ്പോൾ അതിൽ പറഞ്ഞതാണ് ഇനീഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഡിപ്പെൻഡ്സ് ഓൺ ട്രാൻസ്ഫർ ഓഫ് വാട്ടർ വേപ്പർ. അതായത് ഇനീഷ്യൽ സ്റ്റേജ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മുടെ വെള്ളത്തിലുള്ള ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ അത് 27 ഡിഗ്രിയെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സൈക്ലോൺസ് അവിടെ ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഹീറ്റ് കാരണം അവിടുത്തെ വാം ഓഷ്യൻ എല്ലാം മുകളിലേക്ക് എയറിലേക്ക് ഇവാപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ അങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മൾ അടുത്തൊരു പോയിൻ്റാണ് ഫോർമേഷൻ ഓഫ് മാസീവ് വെർട്ടിക്കൽ ക്യൂമുലസ് ക്ലൗഡ്സ്. ക്യൂമുലസ് ക്ലൗഡ്സ് ഇങ്ങനെ മുകളിൽ ഫോം ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇവരിങ്ങനെ ചുഴലി ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ആ സമയത്ത് നടുക്കുള്ള ഹോട്ട് ടെമ്പറേച്ചർ മുകളിലേക്ക് മൂവ് ചെയ്യുകയും ആ ഹോട്ട് ടെമ്പറേച്ചറിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സുകൾ ഇവാപ്പറേറ്റ് ചെയ്യുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് മുകളിലേക്ക് മൂവ് ചെയ്ത് അവിടെ മുകളിലെത്തി കഴിയുമ്പോൾ അവർ തണുത്തതിന് ശേഷം അവർ ക്ലൗഡ്സായി മാറും. സോ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, സൈക്ലോണിൻ്റെ സമയത്ത് അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര മഴയുടെ ഒരു എഫക്റ്റ് ലഭിക്കുന്നത്. ക്യൂമുലസ് ക്ലൗഡ്സ് ഫോം ചെയ്യുന്നതുകൊണ്ടാണത്. ഓക്കെ, സോ അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. അടുത്ത മെച്യൂർ സ്റ്റേജ് എന്താ ചെയ്യാൻ നോക്കാം. ട്രോപ്പിക്കൽ സ്റ്റോം ഇൻറ്റൻസിഫൈ ആൻഡ് എയർ റൈസസ് ഇൻ വിഗ്രസ് തണ്ടർ സ്റ്റോം ആൻഡ് സ്പ്രെഡ് ഔട്ട് ഹൊറിസോണ്ടലി അറ്റ് ട്രോപ്പോപോസ് ലെവൽ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ട്രോപ്പിക്കൽ സ്റ്റോമിന് കൂടുതൽ ശക്തി ആർജിക്കുകയും നടുക്കുള്ള എയർ മുകളിലേക്ക് റൈസ് ചെയ്യുകയും അങ്ങനെ അവിടെ ക്ലൗഡ് ഫോം ചെയ്യുകയും അവിടെ വിഗ്രസ് തണ്ടർ സ്റ്റോമുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഭയങ്കര ഇടിവെട്ടൊക്കെ ആയിരിക്കും ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് എന്തിനു, അതായത് മേഘങ്ങൾ കൂട്ടിയിടിച്ചിട്ട് ആ സമയത്ത് എന്തെന്ന് വെച്ചാൽ ഈ മുകളിലേക്ക് പോകുന്ന ഹോട്ട് എയർ ഹൊറിസോണ്ടലി ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പല രീതിയിൽ സ്പ്രെഡ് ആവാൻ തുടങ്ങും. ഓക്കെ, സോ അങ്ങനെ സ്പ്രെഡായി കഴിയുമ്പോഴത്തേക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പോസിറ്റീവ് പ്രഷർ അറ്റ് ഹൈ ലെവൽ ഈസ് പ്രൊഡ്യൂസ്ഡ്. അതായത് അവിടെ ആ ഭാഗത്ത് ചുറ്റിലും ഒരു ഹൈ പ്രഷർ ലെവൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ പ്രഷർ കൂടുമ്പോഴത്തേക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള എയർ താഴത്തേക്ക്, ഓക്കെ, ഹൈ പ്രഷർ ടു ലോ പ്രഷർ അല്ലേ, അതുകൊണ്ട് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് പിന്നെ എയറുകൾ മൂവ് ചെയ്യാൻ തുടങ്ങും. അതായത് ആ മുകളിലേക്ക് പോയ എയർ തണുത്ത് അത് കൺവെൻഷൻ കാരണം എല്ലായിടത്തേക്കും സ്പ്രെഡായ ശേഷം ആ ക്ലൗഡുകൾ മുകളിൽ നേരെ താഴത്തേക്ക്, അല്ലെങ്കിൽ ആ എയറുകൾ മുകളിൽ നേരെ താഴത്തേക്ക് വരും. അതായത് ഒരു സർക്കിൾ പോലെ താഴെ നേരെ മുകളിലേക്ക് പോകുന്നു, അവിടുന്ന് സ്പ്രെഡ് ആവുന്നു, ഹൈ പ്രഷറിൽ നിന്ന് പിന്നെയും തിരിച്ച് താഴത്തേക്ക് വരുന്നു. അങ്ങനെ ഒരു സർക്കിൾ പോലെ ഇത് സംഭവിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഇത് ഈ ചുറ്റുമുള്ള സ്പ്രെഡ് ഔട്ടായ എയറുകൾ ഇങ്ങനെ മൂവ് ചെയ്യെങ്കിലും അതിൻ്റെ സെൻറ്റർ ഭാഗം എപ്പോഴും കാമായി തന്നെ ഇരിക്കും. അവിടെ എപ്പോഴും ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചർ തന്നെ ആയിരിക്കും സെൻട്രൽ പോർഷനിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ സെൻട്രൽ പോർഷൻ, അതായത് ഐ പോർഷൻ എപ്പോഴും ലോ പ്രഷർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതാണൊരു മെച്വറായ ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ ഒരു ഫീച്ചർ. ഓക്കെ, സോ ഇത് മൂലം എന്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഹൈ ടർബുലൻ ജയൻറ്റ് ക്യൂമുലസ് തണ്ടർ ക്ലൗഡാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഒഡീഷ, വെസ്റ്റ് ബംഗാൾ പോലത്തെ റീജിയനിൽ എപ്പോഴും മഴ ലഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻറ്റ് സൈക്ലോൺസ് കിട്ടുന്നത് അവിടെ നിന്നാണ്. കാരണം ബേ ഓഫ് ബംഗാൾ വളരെ ചൂടായ ഒരു ഓഷ്യനുമാണ്, വളരെ വൈഡ് ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് എപ്പോഴും അവിടെ സംഭവിക്കുക. അതുകൊണ്ടാണ് ഒഡീഷ, വെസ്റ്റ് ബംഗാൾ ഏറ്റവും കൂടുതൽ സൈക്ലോൺസും മഴകളും ലഭിക്കുന്നത്. സൈക്ലോൺ മൂലമുള്ള മഴ ലഭിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോകാം. മോഡിഫിക്കേഷൻ ആൻഡ് ഡീകേ സ്റ്റേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴാണ് ഇത് അവസാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സെൻട്രൽ ലോ പ്രഷർ എപ്പോഴും വേണം, ഇൻറ്റേർണലി എപ്പോഴും ചൂട് ഹൈ ടെമ്പറേച്ചർ നിലനിൽക്കണം, എക്സ്ട്രീം ഹൈ സ്പീഡ് വേണം. ഈ 3 കാര്യങ്ങളും ഒന്നിച്ചുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ എപ്പോഴും സെൻറ്ററിൽ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ ലോ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ എപ്പോഴും സൈക്ലോൺ നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3-ൽ ഏതെങ്കിലും ഒരെണ്ണം കട്ടായാൽ മതി, സൈക്ലോൺ എൻഡ് ചെയ്യും. അപ്പോൾ അതെപ്പോഴും എൻഡ് ചെയ്യാന്ന് വെച്ചാൽ സൈക്ലോൺ കടലിൽ നിന്ന് മാറി കരയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്താണ് ഇത് സംഭവിക്കുക. കരയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കടലാണല്ലോ ചൂട് എയർ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ലോ പ്രഷർ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ സപ്ലൈ അങ്ങ് നിൽക്കും. ആ സമയത്ത് എന്ത് പറ്റും, ആ സമയത്ത് സൈക്ലോണിൻ്റെ ആ ഇൻറ്റേർണലി കിട്ടുന്ന ഹോട്ട് എയർ അങ്ങ് നിന്ന് കഴിയുമ്പോഴത്തേക്കും സൈക്ലോൺ സ്റ്റോപ്പ് ആവും. സോ അതിന് നമ്മൾ ജോഗ്രഫിയിൽ സൈക്ലോൺ കട്ട് ഓഫ് എന്നാണ് വിളിക്കുക, അല്ലെ ലാൻഡ് ഫോൾ എന്ന് വിളിക്കുക അതിന്, ആ ഒരു പ്രോസസ്സിന്.
അപ്പോൾ അത് ഒന്നുകിൽ കോൾഡ് വാട്ടറിൽ കൂടെ സൈക്ലോൺ കടന്നുകൊണ്ട് വന്നാൽ ഇത് സംഭവിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലാൻഡിൽ കൂടെ കടന്നു പോകുമ്പോഴും സൈക്ലോൺ എൻഡ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് സൈക്ലോണിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്കിനെ കുറിച്ച്. സോ നമുക്കിനി അടുത്ത ന്യൂസിലേക്ക് കടക്കാം. സോ നെക്സ്റ്റ് ന്യൂസ് വന്നിരിക്കുന്നത് പോളിറ്റി ആൻഡ് ഗവൺമെൻറ്റ്സിൻ്റെ സെക്ഷനിലാണ്. വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് ഡിസൈഡ്സ് ടു സെറ്റപ്പ് എ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്, മമതാ ബാനർജി ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് പുതിയൊരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ കണ്ടക്ഷൻ എന്താ നോക്കാം. ദ വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് ഹാസ് ഡിസൈഡഡ് ടു സെറ്റപ്പ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതിന് ഹിന്ദിയിൽ നമ്മൾ വിധാൻ പരിഷത്ത് എന്ന് വിളിക്കും. A decision on setting up of council was taken by the state cabinet meeting chaired by Chief Minister Mamata Banerjee. അതിൻ്റെ ഡിസിഷൻ എടുക്കേണ്ടത് സ്റ്റേറ്റ് ക്യാബിനറ്റ് മീറ്റിങ്ങിൽ മമതാ ബാനർജിയുള്ള സ്റ്റേറ്റ് ക്യാബിനറ്റ് മീറ്റിംഗ് ആണ് അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ബേസ് ചെയ്തൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് UPSCയിൽ വരാറുണ്ട്. ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഒരു പാഠം നമ്മുടെ ഇന്ത്യൻ പോളിറ്റി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സോ ആ പാഠം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ മതി. ഈ ഭാഗത്തുനിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അതിൽ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് 2015 വന്ന ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ നോക്കാം. അത് ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. ആ ക്വസ്റ്റ്യൻ നോക്കാം. താഴത്തെ ക്വസ്റ്റ്യൻ കാണിക്കുന്നുണ്ട്. 2 പോയിന്റ്സ് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ can be larger in size than half of the legislative assembly of a particular state. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിൻ്റെ ഹാഫിന് മുകളിലെങ്കിലും ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ മെമ്പേഴ്സിന് എണ്ണം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 100 പേരുണ്ടെങ്കിൽ മിനിമം 50 പേരെക്കാളും കൂടുതലെങ്കിലും ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആൾക്കാർ വേണമെന്നാണ് ആ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ദ ഗവർണർ ഓഫ് സ്റ്റേറ്റ് നോമിനേറ്റ്സ് ദ ചെയർമാൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ്. ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ചെയർമാൻ ആരാവണം എന്നുള്ളത് ആ സ്റ്റേറ്റിൻ്റെ ഗവർണറാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. സോ 2 പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് തന്നിരിക്കുന്നതിൽ അപ്പോൾ നമ്മൾ ഇന്ത്യൻ പോളിറ്റി ബുക്കിലൊക്കെ പോയാൽ മനസ്സിലാവും ഈ 2 പോയിന്റും തെറ്റാണ്. ഓക്കെ, 50% മുകളിൽ വേണമെന്നുള്ളതും തെറ്റാണ്. അതുപോലെ തന്നെ ഗവർണറാണ് തീരുമാനിക്കുന്നതുള്ളതും തെറ്റാണ്. സോ അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ D ആണ്, നെയ്തർ 1 nor 2. അപ്പോൾ ഇത് എങ്ങനെയാണ് അത് തെറ്റായാൽ നമുക്ക് ഇനി ഡിസ്കഷനിൽ തന്നെ കാണാം. സോ അവിടെ അടുത്ത ഹെഡിങ് നോക്കുക. അവിടെ കാണാം ആർട്ടിക്കിൾ 171 ക്ലോസ് 1. ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 4 വരുന്നൊരു കാര്യമാണ്. പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഷാൽ നോട്ട് എക്സീഡ് 1/3 ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് MLA. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്ര ആൾക്കാരുണ്ടോ അതിൻ്റെ 1/3 മുകളിലേക്ക് ഒരിക്കലും മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ആൾക്കാർ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ തെറ്റാണ്. നേരത്തെ പറഞ്ഞാൽ 1/2 എന്നാണ് പറയുന്നത്. അപ്പോൾ 1/2 പാടില്ല, 1/3 പോലും പാടില്ല. ഓക്കെ, 1/3 മുകളിൽ പോകാൻ പാടില്ല, 1/3 മാക്സിമം വരാവൂ. പിന്നെ എന്നാൽ മിനിമം എത്ര വരണം? മിനിമം എന്നാൽ അവർ 40 പേരെങ്കിലും വേണം. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അവിടെ വെസ്റ്റ് ബംഗാളിലെ കേസ് നോക്കാം. വെസ്റ്റ് ബംഗാൾ ഹാസ് 249 സീറ്റ്സ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 249 സീറ്റ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഹെൻസ് നമ്പർ ഓഫ് സീറ്റ് ഇൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ cannot exceed 98 state. So cannot exceed 1/3 എന്നാണ്. സോ 249ൻ്റെ 1/3 എടുത്താൽ 98 കിട്ടും. സോ 98 സീറ്റുകൾ ആയിരിക്കും മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉണ്ടാവുക. ഓക്കെ, അടുത്ത ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കുറിച്ചുള്ള കുറച്ച് ബേസിക് പോയിന്റുകൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 169 കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 169 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് അബോളിഷനും അല്ലെങ്കിൽ ക്രിയേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ നടത്തേണ്ടത്, അല്ല അതിനുവേണ്ട കാര്യങ്ങളും കണ്ടീഷനൊക്കെയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 169 അത് പറയുന്നത് അബൌട്ട് ദ അബോളിഷൻ ആൻഡ് ക്രിയേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട പവർ പക്ഷേ ഉള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനല്ല. ആ പവർ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ പാർലമെൻറ്റിനാണ് ആ പവർ, അത് തീരുമാനിക്കേണ്ട പവർ. സോ പാർലമെൻറ്റിന് ഇപ്പോൾ അവിടെ ഒരു കൗൺസിൽ ഇല്ലെങ്കിൽ നമുക്ക് പുതിയൊരു കൗൺസിൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ക്രിയേഷൻ ഓഫ് സച്ച് കൗൺസിൽ ഇൻ എ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു കൗൺസിൽ ഉണ്ടെന്ന് ഇരിക്കുക, കൗൺസിൽ ഉണ്ടെങ്കിൽ അബോളിഷ്മെൻറ്റ് ഓഫ് കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ്. സോ രണ്ടിൻ്റെയും പവർ കിടക്കുന്നത് പാർലമെൻറ്റിൻ്റെ കയ്യിലാണ്. അങ്ങനെ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാവണമെങ്കിൽ ഇഫ് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് എ സ്റ്റേറ്റ് പാസസ് എ റെസൊല്യൂഷൻ, ഒരു റെസൊല്യൂഷൻ അതിന് പാസ് ചെയ്യണം. അപ്പോൾ അതിന് 2 കണ്ടീഷൻസാണ് ഉള്ളത്. സോ ഈ കണ്ടീഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം. അത് ഞാൻ വായിക്കാം. ബൈ എ മെജോറിറ്റി ഓഫ് എ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് അസംബ്ലി. ഒന്നിക്ക് അസംബ്ലിയുടെ മെജോറിറ്റി ടോട്ടൽ മെമ്പേഴ്സും അത് അപ്രൂവ് ചെയ്യണം. ഇപ്പോൾ അതെ, ഇപ്പോൾ ഒരു 100 പേരിലാണെങ്കിലും 50-നേക്കാളും കൂടുതൽ ആൾക്കാർ പറയണം ഓക്കെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അസംബ്ലി വേണം. അങ്ങനെയാണെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വേണം എന്ന് പറയുകയാണെങ്കിലാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുള്ളൂ. ആൻഡ് മറ്റൊരു കണ്ടീഷൻ, എ മെജോറിറ്റി ഓഫ് നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് മെമ്പർ ഓഫ് അസംബ്ലി പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. അതായത് മൊത്തം എത്ര ആൾക്കാരുണ്ടോ അതിൽ 2/3 ഓഫ് ആൾക്കാരെങ്കിലും
അവിടെ അന്ന് ഉണ്ടാവുകയും ചെയ്യണം, അവർ വോട്ടും ചെയ്യണം. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. മൊത്തം ആദ്യത്തെ കണ്ടീഷൻ ഇതായിരുന്നു, ഒരു 300 പേരുള്ള ഒരു അസംബ്ലിയാണെന്ന് ഇരിക്കുക. ഓക്കെ, അപ്പോൾ അതിലൊരു മെജോറിറ്റി ആൾക്കാർ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഫോം ചെയ്യുള്ളൂ. സോ 300 മെജോറിറ്റി എന്ന് പറയുമ്പോൾ എത്രയായി? 300 പകുതിക്ക് മുകളിലേക്ക് വരുമ്പോൾ മെജോറിറ്റി. 300 പകുതി എന്ന് പറയുമ്പോൾ 150. കൂടുതൽ ആൾക്കാർ, 151 ആളെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ, 300 അന്ന് പ്രസൻ്റ് ആയിരിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ 300 എല്ലാവരും ഒന്നും പ്രസൻ്റ് ആയിട്ടുണ്ടാവില്ല അല്ലേ. ചില ആൾക്കാർ മനുഷ്യനായതുകൊണ്ട് ലീവ് എടുത്ത ആൾക്കാരുണ്ടാവും, വയ്യാത്ത ആൾക്കാരുണ്ടാവും, അന്ന് പനി കാരണം വരാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ വന്നവർ വോട്ട് ചെയ്യാൻ എന്തുണ്ടാവില്ല, വേഗം പോയിട്ടുണ്ടാവാം. സോ വോട്ടിംഗ് സമയത്ത് എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു? ഇപ്പോൾ ഒരു 300 നമുക്ക് സപ്പോസ് ഒരു റഫ് ഫിഗർ എടുക്കുക, ഒരു 240 പേരന്ന് അവിടെ ഉണ്ടായിരുന്നു ഇരിക്കുക. ഓക്കെ, സോ അതിൻ്റെ 2/3 അവിടെ അന്ന് എത്ര പേര് പ്രസൻ്റ് ആയിരുന്നു, അല്ല അതിൽ 2/3 ആൾക്കാർ അന്ന് സമ്മതിക്കുകയാണെങ്കിൽ, 2/3 എന്ന് പറയുമ്പോൾ 250 2/3 എന്ന് പറയുമ്പോൾ 160 ആൾക്കാർ സമ്മതിക്കുകയാണെങ്കിൽ ഉറപ്പായും എന്ത് പറ്റും? സോ മെജോറിറ്റി സമ്മതിച്ചു എന്ന രീതിയിൽ അവിടെ നിന്ന് റിസൊല്യൂഷൻ നമ്മൾ പാർലമെൻറ്റിലേക്ക് അയക്കുക ചെയ്യുക. ഓക്കെ, ആ റെസൊല്യൂഷൻ ആദ്യം ഫോർവേഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് അവിടെ നിന്ന് പാർലമെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഈ ടോപ്പിക് ഭയങ്കര സിമ്പിളാണ്. ഈ അണ്ടർലൈൻ ചെയ്യുന്നവർ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇന്ത്യൻ പോളിറ്റി ബുക്കിൽ ഇത് തന്നിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ആർട്ടിക്കിൾ താഴ്ത്തു വരുന്നുണ്ട്, ആർട്ടിക്കിൾ 169 ക്ലോസ് 2. അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, എനി ലോ referred to the clause 1 shall contain such provision for amendment of this constitution. അതായത് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും അമെൻമെൻറ്റ് നടത്തണമെങ്കിൽ, ഓക്കെ, അതിൻ്റെ എല്ലാ പവറും കിടക്കുന്ന ക്ലോസ് 1 പറയുന്ന ആളാണ്. അതാരാണ്? പാർലമെൻറ്റിനാണ് അതിൻ്റെ ഫുൾ അധികാരവും കിടക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചസ് സംഭവിച്ചു, അമെൻമെൻറ്റ് നടത്തിയെന്നിരിക്കുക, ആസ് മേ ബി നെസസറി ടു ഗീവ് എഫക്റ്റ് ടു ദി പ്രൊവിഷൻ ഓഫ് ദി ലോ ആൻഡ് മേ ഓൾസോ കണ്ടെയ്ൻ സച്ച് സപ്ലിമെൻ്റൽ ഇൻസിഡൻഷ്യൽ ആൻഡ് കോൺസിക്വൻഷ്യൽ പ്രൊവിഷൻ ആസ് പാർലമെൻ്ററി മേ ഡീം നെസസറി. അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അതിൻ്റെ ഫുൾ അധികാരം ഉള്ളത് പാർലമെൻറ്റിനാണ്. ഓക്കെ, സോ പാർലമെൻറ്റിനാണ് ആദ്യം അറിയിക്കേണ്ടത്. സോ പാർലമെൻറ്റിൻ്റെ തീരുമാനമായിരിക്കും അതിൻ്റെ തീരുമാനം. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിനൊന്നും അതിലൊരു തീരുമാനം എടുക്കാനുള്ള അവകാശവും ഇല്ല. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം തന്നെയാണ്. സോ അടുത്ത പേജിൽ ആർട്ടിക്കിൾ 169(3) പറഞ്ഞതെന്ന് വെച്ചാൽ, no such law as foresight shall be deemed to be amendment of this constitution for the purpose of article 368. അതായത് നമ്മുടെ ഈ ഇതിലെടുക്കുന്ന തീരുമാനങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വരുത്താം, പക്ഷെ അതൊരിക്കലും നമ്മുടെ ആർട്ടിക്കിൾ 368 ബേസ് ചെയ്തല്ല. അതായത് 368 നമുക്കറിയാം, ആർട്ടിക്കിൾ 368 പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുന്നതിനെ കുറിച്ചാണ്. സോ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതായത് ഈ ഇതിൽ ചേഞ്ച്, അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ വരുത്തുന്ന മാറ്റങ്ങളൊന്നും ആർട്ടിക്കിൾ 368 കീഴിൽ വരുന്നതല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 368 ഡീൽ ചെയ്യുന്നൊരു ചില പ്രത്യേക അമെൻമെൻറ്റുകൾ മാത്രമാണ്, അല്ലാണ്ട് ഇങ്ങനത്തെ അമെൻമെൻ്റ് ഒന്നും ആർട്ടിക്കിൾ 368 കീഴിലല്ല വരിക. ഓക്കെ, അടുത്ത ആർട്ടിക്കിൾ 172 ക്ലോസ് 2 പറയുന്നത്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് ദി സ്റ്റേറ്റ്, അതായത് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ ഷാൽ നോട്ട് ബി സബ്ജക്റ്റ് ടു ഡിസൊല്യൂഷൻ. ഓക്കെ, നമ്മുടെ രാജ്യസഭ പോലെ 5 വർഷം കഴിയുമ്പോൾ പിരിച്ചുവിടും, അങ്ങനെ ഒരു രീതിയിലില്ല. ഓക്കെ, ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ വന്നു കഴിഞ്ഞാൽ അതിന് ഡിസൊല്യൂഷൻ ഇല്ല. പിന്നെ ഇത് പറയുന്നത്, ബട്ട് ആസ് നിയർലി ആസ് പോസിബിൾ 1/3 ഓഫ് ദ മെമ്പർ thereof shall retire as soon as may be on the expiration of every second year in accordance with the provision made by behalf of the parliament by law. അതായത് ഇതിൻ്റെ കാലയളവ് എത്രയാണെന്ന് വെച്ചാൽ 6 വർഷമാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ കാലയളവ്. സോ 6 വർഷത്തിൽ ഓരോ 2 വർഷങ്ങളിലും അതിൽ റിട്ടയർ ആവുന്ന ആൾക്കാരുണ്ടാവും. സോ അവർ ഒരു 1/3 ആൾക്കാർ ചിലപ്പോൾ ഓരോ 2 വർഷം കഴിയുമ്പോൾ റിട്ടയർ ചെയ്യും. അതുകൊണ്ട് ഓരോ 2 വർഷം കഴിയുമ്പോൾ റിട്ടയർ ആയി പോകണമെന്നല്ല അതിൻ്റെ അർത്ഥം. റിട്ടയർ ആവാൻ ടൈമായ ആൾക്കാർ ഓരോ 2 വർഷത്തിലുമാണ് അവർക്ക് പോകാനുള്ള അനുവാദം. ഓക്കെ, അവർ 6 വർഷം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, റിട്ടയർമെൻറ്റ് ആയതുകൊണ്ട് 2 വർഷത്തിനുള്ളിൽ പോകുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അടുത്ത ആർട്ടിക്കിൾ 182 പറയുന്നത് എന്താ വെച്ചാൽ, ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് എവറി സ്റ്റേറ്റ് ഓഫ് സച്ച് സ്റ്റേറ്റ് ഷാൽ ചൂസ് 2 മെമ്പർ ഓഫ് ദ കൗൺസിൽ ടു ബി ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ. സോ നമ്മുടെ രാജ്യസഭയിലേക്ക് എങ്ങനെയാ വെച്ചാൽ വൈസ് പ്രസിഡൻ്റാണ് ചെയർമാനും ആവുക, ഡെപ്യൂട്ടി ചെയർമാനെ ചൂസ് ചെയ്യുന്നത് ബാക്കി ഇലക്ഷൻ വെച്ചിട്ടാണ്. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പിന്നെ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു, ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനെയൊക്കെ ചൂസ് ചെയ്യുന്നത് ഗവർണറാണ് വെക്കുന്നതെന്ന്. സോ തെറ്റാന്ന് നമ്മൾ അവിടെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ ഇതാണ്. 182 വ്യക്തമായി പറയുന്നുണ്ട്, ഒരു കൗൺസിലുള്ള എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവർക്ക് തീരുമാനിക്കാം ആര് ചെയർമാനാവണം, ആർക്ക് ഡെപ്യൂട്ടി ചെയർമാനാവണം. സോ കൗൺസിൽ മെമ്പേഴ്സിൻ്റെ ഡെസിഷനാണ് ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. ഈ പോയിന്റ് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ആ ആൻസർ തെറ്റിക്കില്ല, അന്ന് 2015 ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ആർട്ടിക്കിൾ 183 പറയുന്നത്, എ മെമ്പർ ഹോൾഡിംഗ് ഓഫീസ് ആസ് ചെയർമാൻ
or deputy chairman of legislative council shall vacate his office if he ceased to be the member of council. അതായത് ഒരാൾ മെമ്പർ ഓഫ് കൗൺസിൽ അല്ലെങ്കിൽ അയാൾക്ക് ഒരിക്കലും ചെയർമാനോ ഡെപ്യൂട്ടി ചെയർമാൻ്റെ ഓഫീസോ ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സോ മെമ്പർ ഓഫ് കൗൺസിൽ ആണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ചെയർമാനോ ഡെപ്യൂട്ടി ചെയർമാനോ ആവാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത പറഞ്ഞ പോയിന്റ് ബി പോയിന്റ് പറയുന്നത് റിസൈനിങ്ങിൻ്റെ ബേസിലാണ്. ഇപ്പോൾ ചെയർമാൻ റിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ റിസൈനേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഡെപ്യൂട്ടി ചെയർമാനാണ്. അതുപോലെ ഡെപ്യൂട്ടി ചെയർമാനാണ് റിസൈൻ ചെയ്യുന്നതെങ്കിൽ ചെയർമാനാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അങ്ങോട്ടും ഇങ്ങോട്ടാണ് അവർ റിസൈനേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഒരു ചെയർമാനോ ഡെപ്യൂട്ടി ചെയർമാനോ റിമൂവ് ചെയ്യാമെന്ന് വിചാരിക്കുക, മേ ബി ദ റിമൂവൽ ഓഫ് ഫ്രം ഹിസ് ഓഫീസ്. അതിന് റെസൊല്യൂഷൻ കൗൺസിലിനുള്ള തീരുമാനമാണ്. കൗൺസിൽ വേണം അത് പാസ് ചെയ്യാൻ, അല്ലാണ്ട് ഒരിക്കലും ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ഇതിൽ ഒരു റോളും ഇല്ല. കൗൺസിൽ പാസസ് ബൈ മെജോറിറ്റി ഓഫ് ഓൾ ഓഫ് ദ മെമ്പർ ഓഫ് ദ കൗൺസിൽ. അതായത് നമ്മൾ നേരത്തെ ഒരു തീരുമാനം എടുക്കുന്നത് 2/3 ഓഫ് ദി മെമ്പറാന്ന് പറഞ്ഞു. അതിൽ എത്ര പെർസെൻറ്റ് ഉണ്ട് അതിൻ്റെ വോട്ട്, അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ 1/3 ഒരു ക്രൈറ്റീരിയ ഉണ്ടെന്ന് പറഞ്ഞു. മെജോറിറ്റിയുടെ ക്രൈറ്റീരിയ ഉണ്ടെന്ന്. ഇവിടെ അങ്ങനെയല്ല, എല്ലാ മെമ്പറിലും വോട്ട് ചെയ്യും. എല്ലാ മെമ്പറും കൂടെ എടുക്കുന്ന തീരുമാനമാണ്. ഓക്കെ, സോ അതിൽ മെജോറിറ്റി മൊത്തം ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൽ മെജോറിറ്റിയുടെ തീരുമാനം എന്താണോ അതാണ് തീരുമാനിക്കുക ഒരാളെ റിമൂവ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. ഓക്കെ, സോ ഒരു അറ്റ്ലീസ്റ്റ് 14 days നോട്ടീസ് ഹാസ് ടു ബി ഗിവൺ ദ ഇൻറ്റൻഷൻ ടു മൂവ് ദ റെസൊല്യൂഷൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ 3 പോയിന്റ്. സോ ആർട്ടിക്കിൾ 183 ഈ 3 ക്ലോസ് ഓർത്തിരിക്കുക. സോ അടുത്ത നമുക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം ഒരു മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആവണമെങ്കിൽ നമുക്ക് നോക്കാം. സോ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്നുള്ളത് മെമ്പറിന് ഒരിക്കലും 30 വയസ്സിന് താഴത്തേക്ക് ഏജ് പാടില്ല. 30 വയസ്സിന് മുകളിലുള്ള ഏജുള്ള ആളായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് MLA വേണ്ട ക്രൈറ്റീരിയ. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി ഏജാന്ന് പറഞ്ഞു. അടുത്ത ക്വാളിഫിക്കേഷൻ ഏജാണ്. അടുത്ത ഇലക്ഷൻസ് ആൻഡ് നോമിനേഷൻ ഓഫ് മെമ്പർ. ഇവരാരെയാണ് എലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നോമിനേഷൻ നടത്തുന്നതെന്ന് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ എലക്ട് ചെയ്യുന്ന പല മെത്തേഡുകളിലൂടെയാണ്. ഒന്നാമത്തെ മെത്തേഡ്, നിയർലി 1/3 ഓഫ് ദ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ആർ ഇലക്റ്റഡ് ബൈ സ്റ്റേറ്റ് MLA. സ്റ്റേറ്റിലെ MLA ഇതിൽ 1/3 ലെജിസ്ലേറ്റീവ് കൗൺസിലിനെയും തിരഞ്ഞെടുക്കേണ്ടത്. അടുത്ത 1/3 തിരഞ്ഞെടുക്കേണ്ട ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ എ സ്പെഷ്യൽ ഇലക്ടറേറ്റ് കംപ്രൈസൺ സിറ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ലോക്കൽ ഗവൺമെൻറ്. രാജ്യസഭ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലുള്ള സിറ്റിംഗ് മെമ്പേഴ്സാണ്, ലോക്കൽ ഗവൺമെൻറ്റ്സിൻ്റെ സിറ്റിംഗ് മെമ്പേഴ്സാണ് ബാക്കി 1/3 തിരഞ്ഞെടുക്കേണ്ടത്. ഇനിയുണ്ടൊരു ഭാഗം, അത് തിരഞ്ഞെടുക്കേണ്ടത് അതായത് 1/3 ബൈ ഇലക്ടറേറ്റ്സ് ഓഫ് ടീച്ചേഴ്സ്. അതെ, ടീച്ചേഴ്സിൽ നിന്നും, അതായത് അധ്യാപകരായ ഒരാളിൽ നിന്നും 1/12 ഓളം ആൾക്കാരും വരണം. അതുപോലെ തന്നെ 1/12 ആൾക്കാർ എവിടെ നിന്ന് വരണം? ബൈ രജിസ്റ്റേർഡ് ഗ്രാജുവേറ്റ്സിനും 1/12 ആയ ആൾക്കാരെ നിന്നും തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ മൊത്തം 1/12 കൂടെ 1/6 ആയി. ഇനി ബാക്കി കുറച്ചും കൂടെ ആൾക്കാർ വേണം. സോ ഒരു 1/6 കൂടെ വേണം. ആ 1/6 എടുക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ റിമൈനിങ് മെമ്പർ ഷാൽ ബി നോമിനേറ്റഡ് ബൈ ഗവർണർ. എലക്റ്റഡ് ബൈ ഗവർണർ എന്നല്ല, തീരുമാനിക്കുന്ന നോമിനേറ്റ് ചെയ്യാം ഗവർണർക്ക്. ഹാവിങ് സ്പെഷ്യൽ നോളജ് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് ഇൻ ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ, സയൻസ്, ആർട്സ്, കോർപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. അത് രാജ്യസഭയുടെ കേസിൽ കോർപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ഉണ്ടാവില്ല, ബാക്കി എല്ലാത്തിലും ഉണ്ടാവും. ആൻഡ് സോഷ്യൽ സർവീസ്. സോ ലിറ്ററേച്ചർ, സയൻസ്, ആർട്സ്, കോർപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, സോഷ്യൽ സർവീസ് എന്ന മേഖലകളിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ നല്ല നോളജ് ഉള്ള ഒരാളെ ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ മൊത്തം ചേർന്നാണ് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 1/3 ചൂസ് ചെയ്യുന്നത് MLA, അടുത്ത 1/3 ചൂസ് ചെയ്യുന്നത് ലോക്കൽ ഗവൺമെൻറ്റിലെ സിറ്റിംഗ് മെമ്പേഴ്സ്, അടുത്ത 1/12 കൂടെ ചേർന്ന് 1/6 ചൂസ് ചെയ്തെടുക്കുന്നത് ടീച്ചേഴ്സിൽ നിന്നും ഗ്രാജുവേറ്റ്സിൽ നിന്നും. അത് കുറച്ച് നോളജ് ഉള്ള ആൾക്കാരുടെ റെപ്രസെൻറ്റേഷൻ ഇതിൽ വരുന്നതെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ള ആൾക്കാർ നോമിനേറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ. സോ അത്രേ ഉള്ളൂ. ഇനി അടുത്ത ഹെഡിങ്, സിഗ്നിഫിക്കൻസ് ഓഫ് ഫോർമേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. എന്തിനാണ് നമ്മളൊരു ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ ഫോം ചെയ്യുന്നത്? നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ചെക്സ് hasty, defective, careless or ill-considered legislation made by MLAs അല്ലെങ്കിൽ അസംബ്ലി ബൈ മേക്കിംഗ് പ്രൊവിഷൻസ് ഫോർ റിവിഷൻ ആൻഡ് തോട്ട്സ്. അതായത് ഇപ്പോൾ ഒരു MLA എടുത്തൊരു തീരുമാനം അത് വളരെ ഇൻഹ്യൂമനായുള്ളൊരു പോയിൻ്റാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ അതൊരു ഇപ്പോൾ നമുക്കറിയാമല്ലോ, മെജോറിറ്റി ആണ് വോട്ട് ചെയ്യുന്നത്. മെജോറിറ്റി ആൾക്കാർ ഒരു കാര്യം സമ്മതിക്കുകയാണെങ്കിൽ അത് ലോ പാസ്സാവും, അത്രേ ഉള്ളൂ. സോ മെജോറിറ്റീൻ്റെ ഒരു ഇൻട്രസ്റ്റിൽ അതൊരു കാര്യം അവർ ചൂസ് ചെയ്തു, പക്ഷെ അതൊരു ഇൻഹ്യൂമനായൊരു കാര്യമാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിനെക്കുറിച്ച് രണ്ടാമത് ചിന്തിക്കാനുള്ളൊരു ഗ്യാപ്പ് അവിടെ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിനെ കുറിച്ച് ചിന്തിക്കാനാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ വെച്ചിരിക്കുന്നത്. സോ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അതിനെക്കുറിച്ച് പഠിക്കുകയും ചർച്ചകൾ ചെയ്യുകയും അതിനെക്കുറിച്ച് ശബ്ദം ഉയർത്തുകയും ഏറ്റവും അവസാനം തെറ്റാണെങ്കിൽ തെറ്റാന്നുള്ള രീതിയിൽ തന്നെ അത് പ്രസൻറ്റ് ചെയ്യുകയും ഈവൻ മിനിസ്റ്റേഴ്സിനെ വരെ അവർക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഓക്കെ, സോ അതിൽ ഒരു റിവിഷൻ നടത്തുന്ന
ഒരു രീതിയാണ്. അതായത് MLAs എടുക്കുന്ന തീരുമാനത്തിൽ ഒരു റിവിഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ വെക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫെസിലിറ്റേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രൊഫഷണൽസ് ആൻഡ് എക്സ്പേർട്സ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ചില കാര്യങ്ങളിൽ വളരെ പ്രൊഫഷണലായ ആൾക്കാരിൽ എക്സ്പേർട്ടായ ആൾക്കാരുണ്ടാവും, പക്ഷെ അവർക്കൊരിക്കലും ഡയറക്റ്റ് ഇലക്ഷൻ ഫേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഷൈനസ് കാരണം അല്ലെങ്കിൽ അതിനോട് താല്പര്യം ഉണ്ടാവില്ല. സാധാരണ പൊളിറ്റിക്സിലേക്ക് വരാനുള്ള താല്പര്യം അവർക്ക് ഉണ്ടാവില്ല. പക്ഷേ ലോ മേക്കിങ്ങിലും ലെജിസ്ലേറ്റീവ് പ്രോസസ്സിലും ഇങ്ങനത്തെ ആൾക്കാർ വന്നാൽ മാത്രമേ അതിൻ്റെ ഫങ്ഷനിങ് വളരെ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സഹായിക്കും. അവർക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിലിലൂടെ അവരെ ശബ്ദം ഉയർത്താൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഗവർണർ ഒരു 1/6 മെമ്പേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനത്തെ ആൾക്കാരിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുവഴി നമുക്ക് പീപ്പിളിന് വേണ്ട കാര്യങ്ങൾ ശരിക്കും റിവൈസ് ചെയ്യാനും വളരെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാനും ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കൊണ്ട് സാധിക്കും. ഓക്കെ, സോ അടുത്ത വാർത്ത എന്നുള്ളത് GS3 ടോപ്പിക്കിൽ നിന്ന് വരുന്നൊരു വാർത്തയാണ്. അവോയ്ഡിങ് ബ്രേക്ക് ഡൗൺസ്, അതായത് എക്കണോമി ടോപ്പിക്സിൽ വരുന്നൊരു വാർത്തയാണ്. കണ്ടക്ഷൻ എന്ന് വെച്ചാൽ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അനൗൺസ്ഡ് ദാറ്റ് 43rd GST കൗൺസിൽ വിൽ മീറ്റ് ഓൺ May 22 ആഫ്റ്റർ എ ഗ്യാപ്പ് ഓവർ 7 months. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം 43ാമത്തെ GST കൗൺസിൽ മീറ്റിംഗ് 28 മെയ്ന് സംഭവിക്കാൻ പോവുകയാണ് എന്ന് നിർമ്മല സീതാരാമൻ അനൗൺസ് ചെയ്തു. എന്താണ് ഈ 7 മാസത്തിന് ഇടവേള എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. സോഷ്യൽ ഡിസ്റ്റൻസിങ് ആയിരുന്നു. ഓക്കെ, മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അവർ നടത്താതിരുന്നത്. സോ നമുക്ക് ആദ്യം ഈ GST കൗൺസിലിനെ കുറിച്ച് കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ നോക്കാം. GST കൗൺസിൽ എന്ന് വെച്ചാൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി വിച്ച് ക്യാൻ മേക്ക് റെക്കമെൻഡേഷൻസ് ടു യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് റിലേറ്റഡ് ഇഷ്യൂസിന് വേണ്ട റെക്കമെൻഡേഷൻസും നിർദ്ദേശങ്ങളും കൊടുക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് GST കൗൺസിൽ. സോ ഈ GST കൗൺസിലിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ കമ്പോസിഷൻ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും ഇതിൻ്റെ ചെയർപേഴ്സൺ. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞാൽ സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ, അതായത് നിർമ്മല സീതാരാമൻ ആയിരിക്കും ഇതിൻ്റെ ചെയർപേഴ്സൺ. പിന്നെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ആൻഡ് ഫിനാൻസ്, അതായത് ഒരു സ്റ്റേറ്റിൻ്റെ ഫിനാൻസ് റവന്യൂ മന്ത്രിമാർ. പിന്നെ മിനിസ്റ്റർ ഓഫ് ചാർജ് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ മന്ത്രിമാർ ഒരു സ്റ്റേറ്റിൻ്റെ. അപ്പോൾ ഇവരായിരിക്കും ഇതിൻ്റെ ഒരു കാര്യം കൊണ്ട് ആൻഡ് എനി അതർ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ഈച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്. പിന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മിനിസ്റ്റർ ആവാം ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്ന ഒരാളാവും ഇതിൻ്റെ മെമ്പറായിട്ട് വരിക. സോ മെയിനായിട്ട് 3 മെമ്പേഴ്സാണുള്ളത്. ഒന്നുകിൽ ചെയർപേഴ്സണും പിന്നെ മെമ്പേഴ്സും. ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. പിന്നെ ഓരോ സ്റ്റേറ്റിൻ്റെ റവന്യൂ, ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻസ് ടാക്സേഷൻ മന്ത്രിമാർ, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി. അപ്പോൾ ഇവരായിരിക്കും ഇതിൻ്റെ കമ്പോസിഷൻ. സോ ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ടാക്സ്, അല്ലെങ്കിൽ സെസ്, അല്ലെങ്കിൽ സർചാർജ്. ടാക്സ്, സെസ് അല്ലെ ഓരോന്നിനെ ബേസ് ചെയ്തിറങ്ങുന്ന സർചാർജുകൾ ലെവീഡ് ബൈ യൂണിയൻ, സ്റ്റേറ്റ്, ലോക്കൽ ബോഡി വിച്ച് മേ ബി സബ്സ്യൂംഡ് ഇൻ ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ കീഴിൽ വരുന്ന ഇത്തരം കാര്യങ്ങളായിരിക്കും ചർച്ചയിൽ വരുന്ന ടോപ്പിക്സ്. പിന്നെ അടുത്ത പറയുന്നത് വെച്ചാൽ ദ ഗുഡ്സ് ആൻഡ് സർവീസ് ദാറ്റ് മേ ബി സബ്ജക്റ്റഡ് ടു ഓർ എക്സെപ്റ്റഡ് ഫ്രം ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഏതൊക്കെ ഗുഡ്സിനും ഏതൊക്കെ സർവീസിനാണ് ടാക്സ് ഉള്ളത്, ഏതൊക്കെയാണ് ടാക്സ് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ചില സാധനങ്ങൾക്ക് ടാക്സ് ഇല്ല, ചില സാധനങ്ങൾ ടാക്സ് കൂടുതലാണ്. അതൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഇവരാണ്. പിന്നെ റേറ്റ് ആൻഡ് സ്ലാബ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതെ, ചിലതിന് 5% ടാക്സ്, 12%, 18%, 23%. ഏതിനാണ് 23% എന്ന് എല്ലാവരും കണ്ടുപിടിക്കാൻ നോക്കുക. ഏതിനാണ് ഏറ്റവും കുറവെന്ന്, ഏതിനാണ് ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കാൻ നോക്കുക. അതിനെ പല ടാക്സ് സ്ലാബുകൾ തീരുമാനിക്കുന്ന ഇവരാണ്. അടുത്ത പോയിന്റ്, ഹാഫ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് GST കൗൺസിൽ ഷോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ക്വോറം അറ്റ് ഇറ്റ്സ് മീറ്റിംഗ്. അതായത് മൊത്തം ഒരു എത്ര പേരുണ്ടോ അതിൻ്റെ പകുതി മെമ്പേഴ്സെങ്കിലും മിനിമം വേണം, എന്നാൽ മാത്രമേ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ 30 പേരുള്ള കൗൺസിലാണെങ്കിൽ അതിൽ 15 പേരെങ്കിലും മിനിമം അതിൽ വേണം. എവറി ഡിസിഷൻ ഓഫ് GST കൗൺസിൽ ഷാൽ ബി ടേക്കൺ ബൈ 3/4 ഓഫ് ദ മെജോറിറ്റി. അതായത് മൊത്തം എത്ര ആൾക്കാരുണ്ടോ അതിനെ പകുതിയല്ല പറയുന്നത്, 3/4% ആൾക്കാർ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ GST കൗൺസിൽ ഒരു ഡിസിഷൻ എടുക്കുകയുള്ളൂ. അതായത് 75% ആൾക്കാർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, വോട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിനെ തീരുമാനം എടുക്കുകയുള്ളൂ. ഇതിൻ്റെ വോട്ടിങ്ങിൻ്റെ വെയിറ്റേജ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് 1/3 വെയിറ്റേജ് ആണ്. അതായത് 100-ൽ 30 പേര് സമ്മതിച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന തീരുമാനങ്ങൾ സപ്പോർട്ടാണെങ്കിൽ 100-ൽ 30 പേരെങ്കിലും സമ്മതിക്കണം. സ്റ്റേറ്റ് ഗവൺമെൻറ് 2/3 ആണ്. കൂടുതൽ പ്രസൻറ്റേഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇതാണ് GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ്റെ ബേസ് ചെയ്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള പോയിന്റുകൾ. GST കൗൺസിലിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു സെപ്പറേറ്റ് ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് 279A. അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കുക, 279A എന്നുള്ളത് GST കൗൺസിലിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനാണ്.
അപ്പോൾ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് നമുക്കറിയാം. സോ ഇതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ കൂടി ഉണ്ട്, ആർട്ടിക്കിൾ 279A. ഓർത്തിരിക്കുക. അടുത്ത് GST റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോഴുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഡിലേ ഇൻ മീറ്റിംഗ്. സോ ഒന്നാമത്തെ ഇഷ്യൂ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 42nd മീറ്റിങ്ങും 43rd മീറ്റിങ്ങും തമ്മിൽ 7 മാസത്തെ ഗ്യാപ്പാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ എപ്പോഴും പറയാറുണ്ട് ഒരു ക്വാർട്ടറിലെങ്കിലും ഒരു മീറ്റിംഗ് നടക്കണം. അതായത് 12 മാസമാണ് മൊത്തം ഉള്ളത്, അതിൻ്റെ 4 ഭാഗത്ത്, അതായത് 3 മാസത്തിനെങ്കിലും ഒരു മീറ്റിംഗ് നടത്തേണ്ടതാണ്. ഇതിപ്പോൾ 7 മാസത്തെ ഡിലേ വന്നു. ഇതാണ് ആദ്യത്തെ ഇഷ്യൂ. സോ രണ്ടാമത്തെ ഇഷ്യൂ എന്നുള്ളത് ഡിമാൻഡ് ഫ്രം സ്റ്റേറ്റ് ടു ഡ്രോപ്പ് GST ഓൺ കോവിഡ് സപ്ലൈസ്. പല സ്റ്റേറ്റുകാരും കോവിഡിന് നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ട സാധനങ്ങൾക്ക് GST കുറയ്ക്കണം എന്നൊരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. അതായത് 12% ഇപ്പോൾ ടാക്സ് ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ ടാക്സ് 12%. അതുപോലെ വാക്സിൻ 5% ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നത്. സോ അതൊന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം എന്ന് സ്റ്റേറ്റിൻ്റെ ഡിമാൻഡ് അതൊരു ഇഷ്യൂ ആയി മാറിയിരിക്കുകയാണ്. അത് കൗൺസിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. മൂന്നാമത്തെയാണ് റവന്യൂ ഷോർട്ട് ഫോൾ ആൻഡ് GST കോമ്പൻസേഷൻ. അതായത് GST ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാരണം ഏതെങ്കിലും സ്റ്റേറ്റിന് റവന്യൂവിൽ എന്തെങ്കിലും കുറവ് വരുവാണെങ്കിൽ അതിന് പകരം GST കോമ്പൻസേഷൻ കൊടുക്കുന്നതാണ്. അതായത് എത്ര കുറവുണ്ടോ അത് GST സെൻട്രൽ ഗവൺമെൻറ് കോമ്പൻസേറ്റ് ചെയ്യുന്നു പറയുന്നുണ്ടായിരുന്നു. അതാണ് GST കോമ്പൻസേഷൻ. 2020 കൊറോണ വന്ന സമയത്ത് നമ്മൾ വളരെ ബുദ്ധിമുട്ടിപ്പോയി. പല സ്റ്റേറ്റുകളും വളരെ ഫിസിക്കൽ ഡെഫിസിറ്റ് അനുഭവപ്പെട്ടു. ചില സ്റ്റേറ്റുകൾ 10% ഫിസിക്കൽ ഡെഫിസിറ്റൊക്കെയാണ് വന്നത്. അപ്പോൾ അതിനകത്ത് അവർക്ക് വളരെ എക്സ്പെൻഡിച്ചർ കൂടുതലാണ്, പക്ഷെ അത്രയും റവന്യൂ കിട്ടുന്നില്ല. അപ്പോൾ ഇത് GST കോമ്പൻസേഷൻ ഒരു സംഭവം GST കോമ്പൻസേഷൻ ആക്ട് 2017 പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും GST കോമ്പൻസേഷൻ 17-ലോ 18-ലോ 19-ലോ ഉപയോഗിക്കേണ്ട വന്നില്ല. 2020 കൊറോണ വന്നതിന് ശേഷം എക്കണോമി തകരുകയും GST കോമ്പൻസേഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്തത്. സോ ഇപ്പോൾ മീറ്റിംഗ് നടത്തുന്നത് തന്നെ നമ്മൾ കൗൺസിൽ ഒരു പ്രോപ്പർ മെത്തേഡിലേക്ക് എത്താൻ പോവുകയാണ്. പ്രോപ്പറായൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ് GST കോമ്പൻസേഷൻ എങ്ങനെ കൊടുക്കണം എന്നുള്ളതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട്. ഒന്നാമത് ഇപ്പോൾ കോവിഡിൻ്റെ സെക്കൻഡ് വേവ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് റവന്യൂ കുറയാണ് ചെയ്യുക ഇനി മുതൽ. അപ്പോൾ റവന്യൂ കുറയുമ്പോഴും ഈ കൺസ്ട്രെയിൻ എങ്ങനെ നേരിടും എന്നുള്ളതിനെ കുറിച്ചാണ് മീറ്റിംഗ് നടത്താനാണ് ഇപ്പോൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഇഷ്യൂ എന്നുള്ളത് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം ആണ്. അതായത് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതിനൊരു നല്ലൊരു മെക്കാനിസം കൊണ്ടുവരണം. അതായത് ഇപ്പോൾ ഓൾറെഡി GST കൗൺസിൽ ഒരു മെക്കാനിസം സെറ്റപ്പ് ചെയ്തിരുന്നു, സെൻട്രലും സ്റ്റേറ്റുകളും തമ്മിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ. പക്ഷേ ഇപ്പോൾ ഒരു എക്സാമ്പിൾ മഹാരാഷ്ട്രയും പഞ്ചാബും തമ്മിലൊരു ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ മഹാരാഷ്ട്രയും പഞ്ചാബും ചേർന്ന് സെൻറ്ററായിട്ട് മഹാരാഷ്ട്ര പ്ലസ് പഞ്ചാബ് വേഴ്സസ് സെൻറ്റർ ഒരു ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ വേറെ സ്റ്റേറ്റുകാരായിട്ടൊരു ഇഷ്യൂ ഉണ്ടെന്നിരിക്കും. അപ്പോൾ അങ്ങനത്തെ എല്ലാതരം ഇഷ്യൂസും റിസോൾവ് ചെയ്യുന്ന മെക്കാനിസം അത്ര എഫക്റ്റീവ് അല്ല. ഇപ്പോഴും പല ഇഷ്യൂസും വെയിറ്റിങ്ങിലാണ്. അതായത് അതിനൊരു നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് പറയാണ് ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം എന്തായാലും കൊണ്ടുവന്നേ പറ്റുള്ളൂ. അത് കൂടുതൽ സെറ്റപ്പ് ചെയ്യണം. സോ ഇന്നത്തെ വാർത്തകൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിന്ന് ഇന്ന് റിവിഷൻ ടോപ്പിക്ക് നമ്മളിന്ന് എടുക്കുകയാണ്. സോ നമ്മളിന്ന് എടുക്കുന്ന ടോപ്പിക്കാണ് MG നരേഗ സ്കീം. സോ MG നരേഗയുടെ ഫുൾ ഫോം നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്നാണ് MGNREGA എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. അത് റിലേറ്റഡ് ആയ സ്കീംസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ അത് എനാക്ട് ചെയ്തിരിക്കുന്നത് August 25, 2005 ആദ്യമായിട്ട്. അതിൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ ഇംപ്രൂവിങ് പർച്ചേസിംഗ് പവർ ഓഫ് റൂറൽ പീപ്പിളുടെ പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ചെയ്യുക. അതായത് അവർക്ക് കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ പർച്ചേസിംഗ് പവർ കൂടുള്ളൂ. അപ്പോൾ ഇൻകം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ്. പ്രൈമറി സെമി ഓർ അൺസ്കിൽഡ് വർക്കേഴ്സ് ടു പീപ്പിൾ ലിവിങ് ബിലോ പോവർട്ടി ലൈൻ ഇൻ റൂറൽ ഇന്ത്യയിലുള്ള എല്ലാ പോവർട്ടിയിലുള്ള ആൾക്കാരെയും അവിടുന്ന് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇങ്ങനത്തെ ഒരു സ്കീം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള എയിം. ഇനി ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് കീഴിലാണ് ഈ സ്കീം വരുന്നത്, MRDയുടെ കീഴിലാണ്. സോ ഇതൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ്. ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് ഇതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇൻ April 2008 MG നരേഗ എക്സ്പാൻഡ് ടു ദ റൂറൽ ഏരിയ ഓഫ് ദ കൺട്രി വിത്തിൻ 2.65 lakhs ഗ്രാമപഞ്ചായത്ത്. അത്രയും ഗ്രാമപഞ്ചായത്തുകളിൽ ഒരേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് 2008 ആയപ്പോഴത്തേക്കും. സോ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ലീഗൽ ഗ്യാരണ്ടി ഫോർ 100 days ഓഫ് എംപ്ലോയ്മെൻറ്റ് വിത്ത് എവറി ഫിനാൻഷ്യൽ ഇയർ ടു അഡൽട്ട് മെമ്പർ ഓഫ് ദ എനി റൂറൽ ഹൗസ് ഹോൾഡ് വില്ലിംഗ് ടു ഡു പബ്ലിക് വർക്ക് റിലേറ്റഡ് അൺസ്കിൽഡ് മാനുവൽ വർക്ക് അറ്റ് എ സ്റ്റാറ്റ്യൂട്ടറി മിനിമം വേജ്. അതായത് ലീഗലൈസ്ഡ് ചെയ്തൊരു ഗ്യാരണ്ടി ലഭിക്കുകയാണ്. 100 ദിവസം തൊഴിൽ എന്തായാലും ഉറപ്പായിട്ട് ലഭിക്കും എല്ലാ വർഷങ്ങളിലും. ഒരു റൂറൽ ഫാമിലിയിലുള്ള ഒരു അഡൽട്ട് മെമ്പർ അൺസ്കിൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ ജോലി ലഭിക്കുന്നതാണ്. സോ 100 ദിവസം ജോലി ലഭിക്കുന്നതുകൊണ്ട് അത്രയും വേജ്, അതും എല്ലാ ദിവസത്തെ ജോലിക്കും മിനിമം വേജ് എന്ന രീതിയിലാണ് വേജ് ലഭിക്കുകയും ചെയ്യും. സോ ഒരു മിനിമം നല്ല ഫിക്സഡ് വേജ് വെക്കുന്നതുകൊണ്ട് തന്നെ ഒരു എക്കണോമിക് ഗ്രോത്ത് അവരിൽ
സംഭവിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ സ്കീം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് നിർബന്ധിതമായി ചെയ്യിക്കുന്നൊരു ജോലിയില്ല, ഇതൊരു വോളണ്ടറി ആയിട്ട്, അതായത് ഗ്യാരണ്ടി 100 days ഓഫ് വേജ് എംപ്ലോയ്മെൻറ്റ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ടു എ റൂറൽ ഹൗസ് ഹോൾഡ് അഡൽട്ട് മെമ്പർ വോളണ്ടിയർലി ടു ഡു അൺസ്കിൽഡ് മാൻ വർക്ക്. അതെ, അവർക്ക് സ്വയമേ തോന്നി വരേണ്ടതാണ്, അല്ലാണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നൊരു ജോലിയൊന്നും അല്ല ഇത്. സോ പല കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ, അതായത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, ചെറിയ അല്ലെങ്കിൽ മാർജിനൽ ഫാർമേഴ്സ്, അല്ലെങ്കിൽ ലാൻഡ് ബെനിഫിഷ്യറി ലഭിക്കുന്ന ആൾക്കാർ, ഇന്ദിരാഗാന്ധി ആവാസ് യോജനയുടെ കീഴിൽ വരുന്ന ആൾക്കാർക്ക് ആർക്കും അവരവരുടെ പഞ്ചായത്തിൽ പോയിട്ട് ഇങ്ങനെ ജോലി ആവശ്യമുണ്ടെങ്കിൽ ആവശ്യപ്പെടാവുന്നേ ഉള്ളൂ. സോ ജോലിയുടെ ആപ്ലിക്കേഷൻ കൊടുത്ത് 15 ദിവസത്തിനുള്ളിൽ അവർക്ക് ജോലി കൊടുത്തോളണം എന്നാണ് കണ്ടീഷൻ. ഇനി 15 ദിവസത്തിനുള്ളിൽ ജോലി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ റൈറ്റ് ടു ഗെറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് എന്തായാലും അവർക്ക് ലഭിച്ചേ പറ്റുള്ളൂ. ജോലി ഇല്ലാത്തതുകൊണ്ട് അത്രയും നാളും പിടിച്ച് നിൽക്കാൻ വേണ്ട അലവൻസ് അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ ഗവൺമെൻറ്. പിന്നെ ജോലി ചെയ്തിട്ട് അടുത്ത 15 ദിവസത്തിനുള്ളിൽ അയാൾക്ക് എന്തായാലും ശമ്പളം കിട്ടുകയും ചെയ്യും. സോ അതാണ് ഇത് തന്നിരിക്കുന്ന ഒരു വലിയൊരു ഗ്യാരണ്ടി. സോ ഇതൊരു ലീഗൽ പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് വളരെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു കാര്യവും കൂടിയാണ് MG നരേഗ. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് MG നരേഗയുടെ കീഴിൽ പലതരം വർക്കുകൾ വരും. ചിലപ്പോൾ റോഡിൻ്റെ പോലത്തെ വർക്ക് വരും, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് പൊതുവെ ഇതിന് വരാറുള്ളത്. ഓക്കെ, പിന്നെ MG നരേഗ ഫോക്കസ് ഓൺ എക്കണോമിക് ആൻഡ് സോഷ്യൽ എംപവർമെൻറ്റ് ഓഫ് വുമൺ. റഫ്ലി 1/3 ഓഫ് സ്റ്റിപ്പുലേറ്റഡ് വർക്ക് ഫോഴ്സ് മസ്റ്റ് ബി വുമൺ. 1/3 ഓഫ് ജനങ്ങളും അതിൽ വുമൺ തന്നെ ആയിരിക്കണം എന്നുള്ളത് റഫ്ലി ഗവൺമെൻറ് നോക്കുന്ന കാര്യമാണ്. സോഷ്യൽ എംപവർമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ MG നരേഗ പ്രൊവൈഡ് ഗ്രീൻ ആൻഡ് ഡീസൻറ്റ് വർക്ക്. അതെ, അതായത് മരങ്ങൾ നടുക, കുളം വൃത്തിയാക്കുക, ഡാം പണിയുമ്പോൾ അങ്ങനെ ഓരോ ഗുണങ്ങൾ. അല്ലാണ്ട് ഒരിക്കലും കോൾ ഫീൽഡിൽ വർക്ക് ചെയ്യുക, കാർബൺ എമിഷൻ പോലത്തെ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുക, അങ്ങനത്തെ ഒരിക്കലും ഗ്രീൻ എക്കണോമിക് അല്ലാത്ത രീതിയിലുള്ള ഒരു നമ്മുടെ നേച്ചറിനെതിരായിട്ടുള്ള പോലത്തെ ഒരു വർക്കും MG നരേഗൻ്റെ കീഴിൽ വരില്ല. ഓക്കെ, അതായത് പൊല്യൂഷൻ ഉണ്ടാകുന്ന പോലത്തെ വർക്കുകളൊന്നും MG നരേഗയുടെ കീഴിൽ വരില്ല എന്ന് സാരം. പിന്നെ MG നരേഗയുടെ സോഷ്യൽ ഓഡിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്നാൽ മാത്രമേ ഇതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുള്ളൂ. എന്തോരം ആൾക്കാർക്ക് ജോലി കിട്ടി, എന്തോരം തൊഴിൽ വേക്കൻസീസ് വന്നു, എത്ര ഫണ്ട് അതിൽ ട്രാൻസ്ഫർ ചെയ്തു, എത്ര ആൾക്കാർക്ക് ഫണ്ട് കൊടുത്തു, അങ്ങനെ എത്ര ആൾക്ക് ഇനി ജോലി കിട്ടാനുണ്ട്, അങ്ങനത്തെ എല്ലാം കറക്റ്റായിട്ട് അക്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തിയേ പറ്റുള്ളൂ. അത് നടത്തുന്നുണ്ട്. പിന്നെ MG നരേഗ വർക്ക് അഡ്രസ്സസ് ദ ക്ലൈമറ്റ് ചേഞ്ച് വൾണറബിലിറ്റി. അതായത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇഷ്യൂസ് എല്ലാം MG നരേഗയിലൂടെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. കൂടുതൽ പോണ്ടുകൾ പണിയുക, ഡാംസ് പണിയുക, റിന്യൂവബിൾ റിസോഴ്സസ് യൂസ് ചെയ്യുക, അങ്ങനെ പല മെത്തേഡുകളിലൂടെ കോൾസിൻ്റെ യൂസ് കുറയ്ക്കുക. പിന്നെ MG നരേഗ വഴി ചെടികൾ വെച്ചുപിടിപ്പിക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. സോ അങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ വിച്ച് പ്രൊട്ടക്ട് ദ ഫാമേഴ്സ് ആൻഡ് ഫ്രം ദ റിസ്ക് ആൻഡ് കൺസേർവ് നാച്ചുറൽ റിസോഴ്സസ്. സോ രണ്ടും നടക്കുന്നുണ്ട്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഗ്രാമസഭയിലൂടെയാണ്. സോ ഗ്രാമസഭ ഇസ് ദ പ്രിൻസിപ്പൽ ഫോറം ഓഫ് വേജ് സീക്കേഴ്സ്. അപ്പോൾ നമുക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഗ്രാമസഭയിൽ പോയിട്ട് ജോലി ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. MG നരേഗ സ്കീമിൻ്റെ കീഴിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ 10 ബ്രോഡ് കാറ്റഗറി ആയിട്ട് ഇതിലുള്ള വർക്കുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ വാട്ടർ ഷെഡ്, ഇറിഗേഷൻ, ഫ്ലഡ് മാനേജ്മെൻറ്റ് വർക്കുകൾ, അഗ്രികൾച്ചറൽ വർക്ക്, ലൈഫ് സ്റ്റോക്ക് റിലേറ്റഡ് വർക്ക്, ഫിഷറീസ്, വർക്ക് ഇൻ കോസ്റ്റൽ ഏരിയാസ്, ഡ്രിങ്കിങ് വാട്ടർ, റൂറൽ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ റിലേറ്റഡ് വർക്ക്. സോ ഇത്രയും മേഖലകളാണ് MG നരേഗ സ്കീമിൽ നിന്ന് വർക്കുകൾ വരുന്നത് മെയിനായിട്ട്. ഓക്കെ, സോ അത്രയാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള വാർത്തകൾ. ഇനി നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ 18 ക്വസ്റ്റ്യൻ ആണ്. അണ്ടർ MG നരേഗ സ്കീം 100 days ഓഫ് എംപ്ലോയ്മെൻറ്റ് ഈസ് ഗിവൺ ടു ഓൾ മെമ്പർ ഓഫ് ഫാമിലി. മറ്റൊരു പോയിന്റ്, ഓൺലി കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആർ അണ്ടർടേക്കൺ ഇൻ ദിസ് സ്കീം. ഓക്കെ, അപ്പോൾ ഈ രണ്ടിൻ്റെ ഉത്തരം നമുക്കിപ്പോൾ കഴിഞ്ഞ ഡിസ്കഷനിൽ നിന്ന് കിട്ടും എന്തായാലും. ഇനി ഇന്നലത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആയിരുന്നു. ഫസ്റ്റ് പോയിന്റ് ഇതായിരുന്നു. സപ്ലൈ ചെയിൻ റിസൈലൻസ് ഇനീഷ്യേറ്റീവ് വാസ് ലോഞ്ച്ഡ് ബൈ ഏഷ്യൻ കൺട്രീസാണ് ലോഞ്ച് ചെയ്യുന്നത് പറഞ്ഞാൽ തെറ്റാണ്. കാരണം നമ്മൾ ഇന്നലെ ക്വാഡാണ് അത് ലോഞ്ച് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഓപ്ഷൻ എ തെറ്റാണ്. ബി എന്ന് തന്നിരിക്കുന്നത് ദ ഇനീഷ്യേറ്റീവ് ഹെൽപ്പ് ഇൻ അവോയ്ഡിങ് ഡിസ്ട്രപ്ഷൻ ഓഫ് സപ്ലൈ ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ് ഓർ പാൻഡമിക്. സപ്ലൈ ചെയിനിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഓവർകം ചെയ്യാനാണ് നമ്മൾ ഈ സപ്ലൈ ചെയിൻ റിലൈസൻസ് ഇനിഷ്യേറ്റീവ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അത് ശരിയാണ്. സോ സെക്കൻഡ് ഓപ്ഷൻ ശരിയാണ്. സോ 2 ഓൺലി എന്നുള്ള ആൻസറാണ് ശരി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു എവരിവൺ. ഓക്കെ.